ആ ചട്ടയാളി എവിടെ ചോദിച്ചത്? മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുവാ. ആനി ടീച്ചറുടെ പേര് വെച്ച് ക്ലീറ്റസിന് കമ്പി അടിച്ച താനാണെന്ന് അറിഞ്ഞു. ക്ലീറ്റസ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് ക്ലീറ്റസിനോട് സത്യം പറയണം. ഞാൻ ആർക്കും കമ്പി അടിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. കമ്പി അടിച്ച കാര്യം വെളിയിലായി. താൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തെന്ന മാഷോട് പറയണതായത്. അല്ലെങ്കിൽ അവരുടെ തട്ടും. ആര് കമ്പി അടിച്ചെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി. ഈ ചട്ടുകാരൻ നാറിയാണ് ചെയ്തത്. ഞാൻ നിരപരാധിയാണ്. ഈ കള്ളനായര് പറഞ്ഞിട്ടാ. മനസ്സമാധാനത്തോടെ എനിക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കണം. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ തട്ടും. സമാധാനമുണ്ട്. പിടിച്ചു മാറ്റണോ? തോക്ക് വെച്ച് കളിക്കരുത്. ഇത് സമാധാനം പറഞ്ഞത്. മാത്തുക്കുട്ടി വരി വെക്കരുത്. നോക്കി വിടൂ. മാത്തുക്കുട്ടി എന്താണ് മാത്തുക്കുട്ടി ഇതിന്റെ ഉള്ളിലാണ് കൊണ്ടേ കയ്യിട്ട് വിടുന്നുണ്ട്. ആരെങ്കിലും പിടിച്ചു മാറ്റോ? ആളിനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. വാ. ബോധം വന്നുവല്ലേ? ക്ലീറ്റസേ, ചെല്ലും ചെലവും തന്ന് ഒരുപാട് കാലം ട്രെയിനിങ്ങും എടുപ്പിച്ച് ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടാ സർക്കാർ ഒരു പട്ടാളക്കാരനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതോ ഒരു വിവരദോഷി കമ്പി അടിച്ചതിന് ക്ലീറ്റസ് ചാടിക്കേറി വന്ന് സ്വന്തം തല ഈ സ്ഥിതിയിലാക്കണമായിരുന്നോ? മരിച്ചിരുന്നതിൽ സർക്കാരിന് എത്രയാ നഷ്ടം? ഈ സർക്കാർ എന്ന് പറഞ്ഞ ആരാ? നമ്മളാ, ഇവിടുത്തെ പൊതുജനങ്ങളാ. അത് ക്ലീറ്റസ് മനസ്സിലാക്കണം. മാത്രല്ല, മിസൈലിന്റെയും പീരങ്കിന്റെയും മുമ്പിന്ന് രക്ഷപ്പെട്ടു വന്ന പട്ടാളക്കാരൻ നാട്ടിലെത്തി തെങ്ങിന് 4 തേങ്ങ വീണ് ചത്തും തന്നെ. എന്തൊരു നാണക്കേടാ. ഞാൻ ഒരിക്കലും ക്ലീറ്റസിന്റെ ശത്രുവല്ല.
നമ്മൾ രണ്ടുപേരും സല്യൂട്ട് ചെയ്യുന്നത് ഒരേ പതാകയാണ് ക്ലീറ്റസേ. ഇന്ത്യൻ പതാക, ത്രിവർണ്ണ പതാക. ഭാരത് മാതാ കി ജയ്. കണ്ടോ, ഇതാണ് യഥാർത്ഥ പട്ടാളക്കാരൻ. പെട്ടെന്ന് മുറിവണങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നിട്ട് വേഗം അതിർത്തിയിലേക്ക് ചെല്ലും. നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കൂ. ജോലിയിൽ പ്രവേശിച്ച് ആദ്യം കിട്ടുന്ന ശമ്പളം ഞാൻ കാർഗിൽ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും ക്ലീറ്റസേ. ഇൻകം ടാക്സുകാരുടെ കണ്ണിപ്പെടാതെ ഇവിടം വരെ എത്തിയത് ഭാഗ്യം. മുഴുവൻ 500 അല്ലേ? അല്ല, ഒരു കെട്ട് 100 സാരല്ല സാരല്ല. സാർ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഗോകുലകൃഷ്ണന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് കേട്ടു. അതൊന്നും താറിയണ്ട. പിന്നെ അയാളുടെ കേസ് CBI ഏറ്റെടുത്തു. അധികം താമസിക്കാതെ അയാൾ അകത്താവും. അല്ല, ഈ പാൽപ്പടി മോഷണ കേസൊക്കെ CBI ഏറ്റെടുക്കും സാർ. അല്ലാതെ CBIക്ക് ഇപ്പൊ ഏത് കേസ് ഇരിക്കുന്നു ഏറ്റെടുക്കാൻ? പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ കയറി. അതെന്തിനാ സാർ? CBI എൻഫോഴ്സ് ഒക്കെ നാടുകളെ കറങ്ങിടക്കുക. ഓഹോ, ഇവിടെ ആരുമില്ലേ? എല്ലാരും വന്നേ. ഞാനിതാ 2.25 ലക്ഷം കൊടുക്കാൻ പോകുന്നേ. എന്ത് തോന്നിവാസോടോ തടി കാണിക്കുന്നേ? അല്ല, എല്ലാരും അറിയണമല്ലോ. സാക്ഷികള് മാത്രമല്ല, യഥാർത്ഥ മാനേജറായ സാറിന്റെ മകള് വേണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ. 2.25 ലക്ഷം ശരിയായി. ഉടൻ തന്നെ എന്നെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. തൊലച്ചല്ലോടോ താൻ. അവളുമാർ രണ്ടുപേരും ഇനി എനിക്ക് സ്വൈര്യം തരത്തില്ല. പണോട്. അല്ല, സാക്ഷികൾ ഞാൻ തന്നെ സാക്ഷി. മാനേജർ ശങ്കുണ്ണി നായർ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ താനായിരിക്കും പുതിയ ഭാഷ. ഇൻകം ടാക്സ് ഇപ്പൊ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ ഹെഡ്മാസ്റ്റർ കാണാൻ വന്ന് നിൽക്കുന്ന ഹെഡ്മാഷ? എന്താ നമ്പ്യാരെ? കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷനോ? ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെയും സ്കൂളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അയ്യോ 4 ലക്ഷം അങ്ങനെ ചുളിലടിക്കാൻ പറ്റില്ല. ഇപ്പം മനസ്സിലായി കാണും. അങ്ങനെ ചിരിക്കാറായിട്ടില്ല ഗഫൂർ. നമ്മുടെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ അങ്ങേർക്ക് വെക്കേറ്റ് ചെയ്യിക്കാം. എന്ന് വെച്ചാ തടസ്സം നീക്കാന്ന് അല്ലേ? അതെ. നമ്മുടെ കുറുവാഞ്ചേരിയിലെ മാഷല്ലേ വരുന്നത്? അതെ, അയാൾ തന്നെ. സംഗതി അറിഞ്ഞിട്ടുള്ള വരുവാനാ തോന്നുന്നത്. പാവം, ജോലി കിട്ടൂല എന്ന് പറഞ്ഞപ്പോ വട്ടായി പോയി എന്നാ തോന്നുന്നത്. സാറിന് ഉച്ചയൂണ് ഇവിടുന്നാണല്ലേ? സരസ്വതി വിലാസം സ്കൂളിന്റെ അതെ, ശങ്കുണ്ണിയാരെ. അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നത് പുതിയ ആളെ നിയമിച്ചോ? ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞ ആളിനെ കാണാൻ വന്നിരുന്നു. ഊവ് ചേർക്കാൻ പോവാ. പിന്നെന്തായിരുന്നു കൺഫ്യൂഷൻ? ഒന്നുമില്ല, ക്ലെയിമുള്ള സ്ഥിതിക്ക് ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തന്നെയല്ല, അയാൾ ഒന്നാം തരം അധ്യാപകനാ. സാറിനെ കാണാൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വീട്ടിലായിരിക്കും പ്രകാശം ചെന്നിട്ടുള്ളത്. വീട്ടിലോ? അതിന് അതിപ്പോ ഞാൻ എങ്ങനെയാ സാറോട് പറയുന്നേ? ഒരു സെക്കൻഡ്. എന്റെ വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ടൊരു ചെറുക്കൻ എഞ്ചിനീയറാ. സാറിന്റെ മകൾക്ക് ഒരു കല്യാണ ആലോചനയായിട്ട് വന്നിരുന്നു. എന്റെ അറിവിൽ സാറിനെ കുറിച്ചും സാറിന്റെ മകളെ കുറിച്ചും എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. പക്ഷേ കല്യാണാലോചനക്കാര് വിശദമായിട്ടൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോ അതിപ്പോ ഞാൻ എങ്ങനെയാ പറയണം മിസ്റ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞ ഗോകുലേഷൻ മാഷില്ലേ, അയാൾ സാറില്ലാത്ത സമയം നോക്കി വീട്ടിൽ ചെല്ലാറുണ്ടെന്നും സാറിന്റെ മകൾ അയാളെ കാണാൻ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലാറുണ്ടെന്നും. എന്റെ മോളെ പറ്റി തന്നെ എന്താ പറഞ്ഞ? സാർ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? സാറിന്റെ മകളെ വേണ്ടെന്ന് വെച്ച് കല്യാണ പദ്ധതി തിരിച്ചു പോയത് എന്തുകൊണ്ട്?
എന്തായാലും സാറിന് അന്വേഷിക്കണം, സത്യം ഉണ്ടോന്ന് അറിയണം. നേരത്തെ പോണോ? അകത്തേക്ക് വരൂ. അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ ഇല്ലാത്തപ്പോ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാസ്റ്റർ വരാറുണ്ടോ? ഏത് സ്കൂൾ മാഷ്? ഏതൊക്കെ മാസ്റ്റർമാരെ അറിയാം നിനക്ക്? പോസ്റ്റിംഗ് കാര്യത്തിന് വേണ്ടി എന്നെ അന്വേഷിച്ചു വന്ന ഒരു മാസ്റ്ററെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നില്ലേ? ഓവ്. ആ, അയാളെ കുറിച്ചാ ചോദിച്ചത്. അന്ന് മാത്രമേ അയാൾ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ല, അതെ അച്ഛാ, എന്താ കാര്യം? അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അയാളെ കാണാൻ നീ പോയിട്ടുണ്ടോ? ഓവ്. എന്തിനു പോയി? ആരോട് ചോദിച്ചോണ്ട് പോയി? അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. ലേഡി, എന്ത് കേട്ടു? അച്ഛൻ എന്തിനാ എന്നെ തല്ലിയത്? മിണ്ടരുത്. വേണ്ട, നീ ഇനി പഠിക്കാൻ പോകണ്ട. ഞാൻ ജോലിക്ക് പോകുന്നില്ല. എന്റേതാണ് നീ വളർന്ന് വലുതായ കാര്യം